ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണങ്കായ അല്ലെങ്കിൽ ഏത്തക്കായ പൊടി കൊണ്ടുള്ള കുറുക്ക്. 1 കിലോ കണ്ണങ്കായ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏത്തക്കായ പച്ച നോക്കി വാങ്ങിക്കുക. അത് വൃത്തിയായി കഴുകിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് മാറ്റി 4 സൈഡിലും പോറിലിട്ട് കൊടുക്കുക. ഇത് നമുക്ക് എളുപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 സൈഡിലും പോറിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അത് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. കഴുകിയെടുക്കുക. ഇത് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. എത്ര നൈസാക്കുന്നോ അത്രയും എളുപ്പം നമുക്ക് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിലേക്ക് ഇത് നിരത്തി വയ്ക്കുക. കോട്ടൺ തുണി തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ ഉപയോഗിക്കാതിരിക്കുക. നൈസായിട്ടുള്ള കോട്ടൺ തുണിയിലേക്ക് പരത്തി വയ്ക്കുക. അത് വെയിലത്ത് വയ്ക്കുക. വെയിലത്ത് വെച്ചതിന് ശേഷം അത് ഒരു നൈസായിട്ടുള്ള കോട്ടൺ തുണി കൊണ്ട് മേൽഭാഗം മൂടി വയ്ക്കുന്ന നല്ലതായിരിക്കും. ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളോ ഒന്നും വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. എനിക്ക് ആദ്യത്തെ ദിവസം ഉണങ്ങി കിട്ടാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ദിവസവും വെച്ചു. അതും നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടില്ല. ഇത് ഏകദേശം 3 ദിവസം വേണം ഉണങ്ങി കിട്ടാൻ. ഇതിൻ്റെ പാകം നോക്കുന്നത് ഇത് കയ്യിലെടുത്തിട്ട് പൊടിച്ച് നോക്കുക. അത് നന്നായിട്ട് പൊടിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാകമായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിനുശേഷം ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു വൃത്തിയുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റുക. അത് വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തുക. ബാക്കി വന്നത് ഞാൻ വേറൊരു കണ്ടെയ്നറിലേക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലും വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഇതെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 3 സ്പൂൺ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടിയെടുത്ത് കലക്കിയെടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കട്ട കുത്താതിരിക്കാനും ആയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അത് സ്റ്റൗവിലേക്ക് വെച്ച് ഇളക്കി കൊടുക്കുക. ഏകദേശം കുറുക്ക് പരുവത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അത് സ്പൂൺ വെച്ചൊന്ന് നോക്കുക. സ്പൂണിൽ നിന്ന് താഴേക്ക് വീഴുന്ന പരുവത്തിൽ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്.